തിരുവോണനാളിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ആണ് ഓണസദ്യ ഒരുക്കുന്നത്. CPIM ജനറൽ സെക്രട്ടറിയും ഇത്തവണ ജനറൽ ആശുപത്രിയിലെ ഡിവൈഎഫ്ഐയുടെ ഓണസദ്യയിൽ പങ്കാളിയാകും. സദ്യക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട മണ്ണടിയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഒരുപക്ഷെ ഓണം എങ്ങനെയാകണം, ഓണം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന്, ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് നിറവേറ്റേണ്ടതെന്ന് പഠിപ്പിച്ചു തരികയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം. എല്ലാ ഓണത്തിനും പതുപോലെ തന്നെ ഓണസദ്യ ഒരുക്കാറുണ്ട് ജില്ലാ ആശുപത്രികളിൽ, ജനറൽ ആശുപത്രികളിൽ ആവശ്യക്കാർക്ക്. എന്താണ് പത്തനംതിട്ടയിൽ നിന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഓണസദ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഡിവൈഎഫ്ഐ ഇത്തവണ ഓണസദ്യ നൽകുമ്പോൾ പത്തനംതിട്ട മണ്ണടി ലോക്കൽ കമ്മിറ്റിയാണ് ഓണസദ്യ ഒരുക്കുന്നത്. ഞാനിപ്പോൾ മണ്ണടി ലോക്കൽ കമ്മിറ്റി മണ്ണടിയിലാണ് ഉള്ളത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ഗോപാലിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ഓണസദ്യ തയ്യാറാക്കുന്നത്. വിഷ്ണുവിൻ്റെ വീട്ടിൽ മാത്രമല്ല, ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർ വിവിധ ആളുകളുടെ ഓരോ വീടുകളിൽ വിവിധ ഇനങ്ങൾ കൂട്ടാനുകളൊക്കെ തയ്യാറാക്കുന്നു. ഇവിടെ ചോറുണ്ട്, എനിക്ക് തോന്നുന്നു അവിയലും ഇവിടെ പച്ചടി ഇവിടെ തയ്യാറാക്കുന്നു. അതുപോലെ ഡിവൈഎഫ്ഐ അർത്ഥത്തിൽ ഈ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അമ്മ, ഇത് എന്ത് കറിയാണ് വെക്കുന്നത്? പച്ചടി. അല്ലേ? ഒരു സന്തോഷമാണോ ഓണ ദിവസം ഇങ്ങനെ? പിന്നെ ഇവിടെ സന്തോഷം. ഇവിടെ പച്ചടി തയ്യാറാക്കുവാണ്, ഡിവൈഎഫ്ഐയുടെ അംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വിഷ്ണുവിൻ്റെ അമ്മ നമ്മളോട് വിളിച്ചിട്ടുണ്ട്. അമ്മ, എന്തൊക്കെയാണ് ഈ വീട്ടിൽ തയ്യാറാക്കുന്നത്? ഇവിടെ പപ്പടം, ചോറ്, പായസം, പിന്നെ പച്ചടി, ബാക്കിയെല്ലാം ഓരോ വീടുകളിൽ. കഴിഞ്ഞ വർഷവും ഡിവൈഎഫ്ഐ മണ്ണടിയായിരുന്നു കൊടുത്തത്. അന്നും കഴിഞ്ഞ വർഷം മണ്ണടിയിലായിരുന്നു ഡിവൈഎഫ്ഐ ഓണത്തിന് പൊതിച്ചോറ് നൽകുന്നതിന് പകരം സദ്യ തന്നെയാണ് ഒരുക്കിയത്. ഈ വർഷവും അതേ കണക്ക് തന്നെയാണ്. എല്ലാവരും വീടുകളിലിരുന്ന് സദ്യ കഴിച്ച് ആഘോഷിക്കുമ്പോൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അവരും സദ്യ കഴിക്കണമെന്നുള്ള ഡിവൈഎഫ്ഐയുടെ തീരുമാനം ആണ്. അത് തന്നെ ഈ മണ്ണടി മേഖലാ കമ്മിറ്റിയാണ് അത് ഏറ്റെടുത്തത്. ഏറ്റെടുത്ത ഈ മണ്ണടി മേഖലാ കമ്മിറ്റിയുടെ അവരെന്ത് പരിപാടി ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് മണ്ണടി മേഖലാ കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. എന്തായാലും ചേട്ടന്മാർ ഇവരെ സഹായിക്കാനായി CPM ലോക്കൽ കമ്മിറ്റി മെമ്പർമാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇല റെഡിയാക്കുവാണല്ലേ? ഇല റെഡിയാക്കുകയാണ്. നമ്മളെ ഇന്ന് ഈ പ്രാവശ്യത്തെ തിരുവോണവും അതുപോലെ തന്നെ നബിദിനവും കൂടെ ഒരുമിച്ച് വരികയാണ്. അതായത് സമത്വത്തിൻ്റെ, ലോകത്തിന് കേരളം സമ്മാനിച്ചതാണുള്ള സമത്വത്തിൻ്റെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊപ്പം നബിദിനം കൂടെ വരുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളും അവരുടെ വേദനകളിലൂടെ നമ്മൾ പങ്കിടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനാവുന്നത്. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു സന്ദേശമാണിത്. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ വലിയ മാതൃകയാണ് കാട്ടുന്നത്. നമുക്ക് ഈ വീട്ടുകാരോട് ചോദിക്കണോ? വൈഷ്ണവി ഇരുന്നുണ്ട്. വിഷ്ണു വീടാണ്. വൈഷ്ണവി, വലിയ സന്തോഷമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഇത്തരം കാര്യങ്ങൾ ഒരുക്കുന്നത്. അതെ, കാരണം കഴിഞ്ഞ വർഷവും ഇതേ നിലയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മണ്ണടി മേഖലാ കമ്മിറ്റി കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും വേണ്ടിയിട്ട് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു നാട്, മണ്ണടി എന്ന് പറഞ്ഞ നാട്, ഇത് ആവേശപരമായി ഏറ്റെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവോണ നാളിലും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ ഒന്നും കൂടി മറ്റുള്ളവർ മുമ്പിൽ മാതൃകയാവുകയാണ്. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ മാതൃകയാവുകയാണ്. ഇപ്പം നമുക്ക് അരി വെക്കുന്നിടത്തിലേക്ക് പോവാം. അവിടെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ഗോപാലും ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെയാണ്. സഖാബെ, അധികം ഇളക്കല്ലേ കേട്ടോ? അരി എന്തോ? അരി വേറായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണല്ലേ? വേറെന്താ? ശ്യാമത്തിലേക്ക് അരി വേറെ, അരിയുടെ ചുമതല. അതെ. വിഷ്ണു, എങ്ങനെയാണ് ഈ മണ്ണടി ലോക്കൽ കമ്മിറ്റി, ഏതൊക്കെ വീട്ടിലാണ്, എങ്ങനെയൊക്കെയാണ് ക്രമീകരണം? നമ്മളെ മണ്ണടി ഡിവൈഎഫ്ഐയുടെ മണ്ണടി മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളും വിവിധ തരത്തിലുള്ള ഈ സദ്യയ്ക്ക് വേണ്ട കൂട്ടുകറികൾ, ചോറടക്കമുള്ള മറ്റു കാര്യങ്ങൾ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളുമാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ തിരുവോണ ദിവസം ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്വന്തം കുടുംബത്തോടൊപ്പം ഓണസദ്യ കഴിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ മണ്ണടി മേഖലാ കമ്മിറ്റി പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലെ രോഗികൾക്കും അവൻ്റെ കൂട്ടിരിപ്പുകാർക്കും സദ്യ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിനേക്കാൾ ഞങ്ങൾക്ക് അഭിമാനമുള്ള ദിവസമാണിത്. കാരണം ഈ ബൃഹത് പദ്ധതിയെ അവഹേളിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സ്വന്തം വീട്ടിൽ ഒളിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുമ്പോൾ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ അഭിമാനത്തോടെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഓണസദ്യ വിളമ്പി കൊടുക്കുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വിലപ്പെട്ട ഒരു ദിനം കൂടിയാണിത്. അടൂർ തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്കുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞ ആ പദ്ധതിയുമായി സാധാരണപ്പെട്ട ജനങ്ങളിൽ ഇന്നും ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് ഈ ദിവസം. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യം കൂടെ കാണാം. ഇവിടെ പപ്പടമൊക്കെ റെഡിയായി. സിജു, നമുക്ക് കാണാം പായസത്തിൻ്റെ ഒരുക്കത്തിലാണ്. മുമ്പ് പറഞ്ഞ പോലെ സഖാവ് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് പായസം ഏറ്റെടുക്കും അല്ലേ? പായസമൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോൾ റെഡിയാവും. ഒരു അരമണിക്കൂറിന് വെച്ച് എല്ലാം റെഡി ആയിക്കൊണ്ട് പാവം പിടിച്ച രോഗികൾക്ക് കൊണ്ട് കഴിക്കട്ടെ. ഓണസദ്യ അവരും ആഘോഷിക്കേണ്ടതേ, നമ്മൾ മാത്രം ആഘോഷിച്ചാൽ പോരല്ലോ. തീർച്ചയായിട്ടും വയറിയുന്നവരുടെ മനസ്സറിയുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ചെറുപ്പക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. എന്തായാലും ഓണാഘോഷത്തിന് പപ്പടം പൊള്ളിക്കുവാണ്. മോനെ, ഹാപ്പിയാണോ? ഹാപ്പി ഹാപ്പി സന്തോഷമുണ്ടോ അതിലൂടെ?
സന്തോഷമുണ്ട്. ഇതാണ് സിജു, നമുക്ക് നല്ലൊരു ഓണ കാഴ്ചയാണ് ഇത്. പല യൂണിറ്റ് കമ്മിറ്റികളിലായിട്ടാണ് ഒരുക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഒരുക്കുന്നത്. എന്തായാലും ഇപ്പം 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യത്തിൽ കാണുന്ന സിജു ഈ പായസം റെഡിയാവും. ഈ പായസം കൂട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഡിവൈഎഫ്ഐയുടെ ഓണസദ്യ വിതരണം ചെയ്യുന്നത്. അവിടെ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി സഖാവാണ് ഈ ഓണസദ്യ വിതരണം ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും കൈരളി ന്യൂസും ഉണ്ടാകും ഡിവൈഎഫ്ഐയോടൊപ്പം ഈ പായസം കൂട്ടിയുള്ള അടിപൊളി സദ്യ കഴിക്കാനായി. സിജു.